ലോജിക്കൽ റീസണിങ്ങിന്റെ എനിക്ക് തോന്നുന്നു ഇന്ന് തേർഡ് സെഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ, ലോജിക്കൽ റീസണിങ്ങിന്റെ. ഐ ഹോപ്പ് വി ഹാവ് ഡൺ ടു സെഷൻസ് ബിഫോർ, ഐ ഗെസ്. ഇത് തേർഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ നമ്മൾ 24th ക്വസ്റ്റ്യൻ മുതൽ, അതായത് നമ്മൾ 23 വരെയാണ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ 24 മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ രണ്ട് മാച്ച് ദ ഫോളോയിങ്ങിൽ രണ്ട് ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലിസ്റ്റിൽ ഫാലസികളും രണ്ടാമത്തെ ലിസ്റ്റിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനുമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ കൈൻഡ് ഓഫ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ ഫാലസികളായിട്ട് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ ഇപ്പുറത്തെ ലിസ്റ്റിൽ ഏതാണെന്നുള്ളതും നോക്കാം. ഓക്കെ, അപ്പൊ ലിസ്റ്റ് 1 ഫാലസിയും ലിസ്റ്റ് 2 അതിന്റെ ഡിസ്ക്രിപ്ഷനും ആണ്. അപ്പൊ ആദ്യത്തെ ഫാലസി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബാൻഡ് വാഗൺ ഫാലസിയാണ്. ബാൻഡ് വാഗൺ ഫാലസിയുടെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർഗ്യൂവർ റീഡറിന്റെ അല്ലെങ്കിൽ ലിസണറിന്റെ, റീഡർ അല്ലെങ്കിൽ ലിസണർ എന്ന് പറയുന്ന ആരാണോ ഈ ഫാലസി വായിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഈ ഫാലസി കേൾക്കുന്നത്, ആ കേൾക്കുന്ന ആളുടെ താല്പര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആർഗ്യൂവർ അത് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പൊ എനിക്കൊരു കാര്യം പറയണം, അപ്പൊ ഞാനത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന രീതിയിൽ ഞാനത് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ അതൊരു ഫാലസിയാണ്. അപ്പൊ അവിടെ ഞാൻ സത്യം വിളിച്ചു പറയാതെ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങൾക്ക് സന്തോഷമാവുന്ന രീതിയിൽ ഞാൻ അതിനെ പ്രസന്റ് ചെയ്യുവാണ്. അപ്പൊ അത് ആക്ച്വലി ഒരു ഫാലസിയാണ്. അത് എന്ത് ഫാലസിയാണ്? അതിനെയാണ് നമ്മൾ ബാൻഡ് വാഗൺ ആർഗ്യുമെന്റ് എന്ന് പറയാം. ബാൻഡ് വാഗൺ ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പൊ അത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എന്താണ് ബാൻഡ് വാഗൺ ഫാലസി എന്നും പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബാൻഡ് വാഗൺ ഫാലസി അങ്ങ് ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് തൊട്ട് താഴെ ബി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന സ്ട്രോമൻ ആർഗ്യുമെന്റ് ആണ്. സ്ട്രോമൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാൻഡ് വാഗൺ നമ്മൾ പഠിച്ചിട്ടില്ല. സ്ട്രോമൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരാളുടെ വീക്ക് ആർഗ്യുമെന്റ് എന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് ബാൻഡ് വാഗൺ സ്ട്രോമൻ ഫാലസി എന്ന് പറയാം അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്. ഒരാള് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ അറിയാതെ ഒരു വീക്ക് ആർഗ്യുമെന്റ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ വീക്ക് ആർഗ്യുമെന്റിൽ കയറി പിടിച്ച് അതെ ഇപ്പൊ തെറ്റിപ്പോയില്ലേ എന്ന് പറയുന്നതാണ് എന്ത്? സ്ട്രോമൻ ഫാലസി. അപ്പൊ ഇവിടെ അത് എന്താണ്? ഓപ്ഷൻ 1 ആയിട്ടാണ് നമുക്ക് കുറച്ചുകൂടി എന്താണ് ആപ്റ്റ് ആയിട്ടുള്ളത് അതാണ്. കാരണം ആർഗ്യൂവർ മിസ്റെപ്രസെന്റ്സ് ആൻ ഒപ്പോണൻസ് പൊസിഷൻ. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ കിടക്കുമ്പോൾ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ തന്നെ വരണമെന്നില്ല. അപ്പൊ എപ്പോഴും ലോജിക്കൽ റീസണിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കുന്ന അതേ ഡെഫിനിഷൻ അങ്ങനെ തന്നെ ഓപ്ഷൻസിൽ വരണമെന്നില്ല. ചിലപ്പോൾ മാറ്റിയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാലോ. അപ്പൊ ആ കോൺസെപ്റ്റ്, ആ അർത്ഥം വരുന്ന രീതിയിൽ ഏതാണോ അവിടെ ഏറ്റവും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് ലോജിക്കൽ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാണ്. അതായത് നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആ ഡെഫിനിഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലായിരിക്കും നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ആ കോൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഡെഫിനിഷൻ കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ലോജിക്കൽ റീസണിങ്ങിലെ എല്ലാത്തിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നതിനേക്കാളും നമ്മൾ ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് രീതിയിൽ മാറ്റി പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ ബിക്ക് ഇക്വലന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? 1 ആണ്. ആർഗ്യൂവർ മിസ്റെപ്രസെന്റ്സ് ആൻ ഒപ്പോണൻസ് പൊസിഷൻ. ഒരു ഒപ്പോണന്റിന്റെ പൊസിഷനെ മിസ്റെപ്രസെന്റ് ചെയ്യുവാണ്. അത് തന്നെയല്ലേ സ്ട്രോമനിൽ ചെയ്യുന്നത്. അതായത് ഒപ്പോണന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എതിരാളി അല്ലെ. അപ്പൊ നമ്മൾ ആർഗ്യുമെന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യുക? മിസ്റെപ്രസെന്റ് ചെയ്യുക. അതായത് കണ്ടോ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ലേ. അതായത് അയാളുടെ ഒരു വീക്ക് ആർഗ്യുമെന്റിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളുടെ സ്ട്രോങ് ആർഗ്യുമെന്റിനെ മാറ്റി നിർത്തുന്നത് എന്ത് തന്നെയാണ്? അയാളെ മിസ്റെപ്രസെന്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ. അപ്പൊ അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ആർഗ്യൂവർ മിസ്റെപ്രസെന്റ്സ് ആൻ ഒപ്പോണൻസ് പൊസിഷൻ എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ബി നമുക്ക് എവിടേക്ക് മാച്ച് ചെയ്യാം? 1ലേക്ക് മാച്ച് ചെയ്യാം. ഇനി സി നോക്കിയേ, റെഡ് ഹെറിംഗ് ആർഗ്യുമെന്റ്. റെഡ് ഹെറിംഗ് ആർഗ്യുമെന്റ് എന്തായിരുന്നു? വഴി തിരിച്ചുവിടുന്നതാണ് ചർച്ച അല്ലെ, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിസ്ട്രാക്ട് എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ 4ലേക്ക് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എളുപ്പമാണ്. ഇനി ഡി നോക്കിയേ, ബെഗിങ് ദ ക്വസ്റ്റ്യൻ. ആർഗ്യൂവർ അസ്യൂംസ് ദ പോയിന്റ് ടു ബി പ്രൂവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഗിങ് ദ ക്വസ്റ്റ്യനിൽ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് ഓൾറെഡി അസ്യൂം ചെയ്യുക, എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരിക. അതായത് എനിക്ക് പറയാനുള്ളത് എന്താണ്? സൂയിസൈഡ് ഒരു ക്രൈമാണ്. എന്നിട്ട് വീണ്ടും തിരിച്ച് വീണ്ടും അത് തന്നെ പറയാം. therefore സൂയിസൈഡ് ഈസ് എ ക്രൈം എന്നാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് ആദ്യം തന്നെ അസ്യൂം ചെയ്യുന്നതാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ.
അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ബാൻഡ് വാഗൺ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ആ ബാൻഡ് വാഗൺ അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ എല്ലാം പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു 90% ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഒമിറ്റ് ചെയ്യാനെങ്കിലും പറ്റും. ഓക്കെ, ഇത് നേരത്തെ പഠിച്ചാണ്, ഇത് ഇവിടെയൊക്കെ മാച്ച് ആവാ, ഇത് ഇവിടെയൊക്കെ മാച്ച് ആവാ, അതുകൊണ്ട് ഇതായിരിക്കും ആൻസർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ പറയാനുള്ള കാര്യം, ഒന്നിന്റെയും ഡെഫിനിഷൻ പഠിച്ചു വെക്കരുത്. അത് ലോജിക്കൽ റീസണിംഗ് എന്ന് മാത്രമല്ല, ഒന്നിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കരുത്. കാരണം ആ രീതിയിലായിരിക്കില്ല ചോദ്യം ചോദിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. നമ്മൾ പഠിച്ചു വെച്ച അതേ വേർഡ്സോ അല്ലെങ്കിൽ അതേ സെന്റൻസോ ആയിരിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? A3 സ്ട്രോമൻ ആർഗ്യുമെന്റ്, A3 B1 C4 D2 അല്ലെ? സി ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി, ആൻസർ സി ആണ് വരുന്നത്. അടുത്തത്, identify the common pattern of deductive reasoning in the following argument. If we don't stop for gas soon, then we'll run out of gas. If we run out of gas, then we'll be late for the wedding. Therefore, if we don't stop for the gas soon, we'll be late for wedding. ഇത് കേട്ടിട്ട് ഏതെങ്കിലും നമ്മൾ പഠിച്ചൊരു ഫാലസി ആയിട്ട് ബന്ധം തോന്നുന്നുണ്ടോ? നമ്മളിപ്പോ ഗ്യാസ് എന്ന് പറയുന്നത് പെട്രോളിന് പകരം വിദേശത്തൊക്കെ ഗ്യാസ് ആണ് യൂസ്. അപ്പൊ അവര് ഗ്യാസിന് വേണ്ടി ഇവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്, നമ്മുടെ വാഹനത്തിന്റെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നവര് ഗ്യാസ് ആണ്. അപ്പൊ അത് തീർന്നു പോവും. അങ്ങനെ ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വെഡിങ്ങിന് അവരൊരു കല്യാണത്തിന് പോവാണ്. അപ്പൊ കല്യാണത്തിന് എത്താൻ ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഗ്യാസിന് നിർത്തിയിട്ടില്ലെങ്കിൽ കല്യാണത്തിന് പോവാൻ ലേറ്റ് ആവും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫാലസി ഓർമ്മ വരുന്നുണ്ടോ, മനസ്സിലേക്ക് വരുന്നുണ്ടോ? ആർക്കെങ്കിലും ഡിനൈങ്ങോ അഫേമിങ്ങോ ഒക്കെ തോന്നുന്നുണ്ടോ? ഡിനൈങ് ദി കോൺസിക്വന്റ്, അഫേമിങ് ദി കോൺസിക്വന്റ്, ഡിനൈങ് ദി ആന്റിസിഡന്റ്, അത് ഏതെങ്കിലും തോന്നുന്നുണ്ടോ? ഡിനൈങ് ദി ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ മറ്റേതില്ല എന്ന് പറയാം. സ്ലിപ്പറി സ്ലോപ്പ് ആരോ ഒരാൾ പറഞ്ഞു. യെസ്, വെരി ഗുഡ്. സ്ലോപ്പ്, ആർക്കിലോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പകരം ചെയിൻ ആർഗ്യുമെന്റ് ഉള്ളത്. അതാണ് ആൻസർ. സ്ലിപ്പറി സ്ലോപ്പിന്റെ മറ്റൊരു പേരാണ് ചെയിൻ ആർഗ്യുമെന്റ്. സ്ലിപ്പറി സ്ലോപ്പിന്റെ മറ്റൊരു പേരാണ് ചെയിൻ ആർഗ്യുമെന്റ്. ഇനി ചിലർക്കെങ്കിലും അഫേമിംഗ് ദി കോൺസിക്വന്റോ ഡിനൈങ് ദി ആന്റിസിഡന്റോ എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ഡൗട്ട് തോന്നും. ഇത് അഫേമിംഗ് ദി കോൺസിക്വന്റ് ആണെങ്കിൽ അതിനകത്ത് ഒരിക്കലും നെഗറ്റീവ് വേർഡ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെ കൺക്ലൂഷനിൽ ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ട്, ഡോണ്ട് എന്ന് പറയുന്നത് അല്ലെ? ഡോണ്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ട്. അപ്പൊ അതൊരിക്കലും അഫേമിംഗ് ആയിരിക്കില്ല അല്ലെ? ഇനി ഡിനൈങ് ആയിരിക്കോ? ഡിനൈങ് ആണെങ്കിൽ ഒരിക്കലും നമ്മള് ലേറ്റ് ആവും എന്ന് പറയില്ല. ആവും എന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടും വരില്ല. അപ്പൊ ഇവിടെ നമ്മുടെ കൺക്ലൂഷനിൽ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അഫേമിങ്ങും ആയിരിക്കില്ല, ഡിനൈങ്ങും ആയിരിക്കില്ല. ക്ലിയർ ആണോ? അത് നമ്മുടെ കൺക്ലൂഷനിൽ ഡോണ്ട് സ്റ്റോപ്പ് ഫോർ ഗ്യാസ് നിർത്തിയില്ലെങ്കിൽ വെഡിങ്ങിന് എത്താൻ ലേറ്റ് ആവും. അപ്പൊ രണ്ടും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്, നെഗറ്റീവും പറയുന്നുണ്ട്. അപ്പോ നെഗറ്റീവ് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിനൈങ് ദി ആന്റിസിഡന്റ് എന്ന് പറയാം. പോസിറ്റീവ് മാത്രമാണ് നമ്മുടെ കൺക്ലൂഷൻ എങ്കിലോ അഫേമിംഗ് ദി കോൺസിക്വന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട് കൺക്ലൂഷനിൽ. അപ്പൊ നമുക്ക് അതിന് അഫേമിംഗ് എന്നോ ഡിനൈങ് എന്നോ പറയാൻ പറ്റില്ല, കാരണം രണ്ടും വരുന്നുണ്ട്. അത് ക്ലിയർ ആയോ? എന്തുകൊണ്ട് അഫേമിംഗും ഡിനൈങ്ങും വന്നില്ല എന്ന് മനസ്സിലായോ? അത് ക്ലിയർ അല്ലേ എന്തുകൊണ്ട് അങ്ങനെ വന്നില്ല എന്നുള്ളത്? ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ ചിലർക്കെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതെന്താ അപ്പോ അഫേമിംഗ് വരാത്തത് എന്താ, അല്ലെങ്കിൽ ഡിനൈങ് വരാത്തത് എന്താ, ഡോണ്ട് ഉണ്ടല്ലോ, പിന്നെ ഇത് ഡിനൈങ് വരാത്തതെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ പിന്നീട് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് കൺഫേം ചെയ്താണ്. ഓക്കെ, അപ്പൊ ആ കൺക്ലൂഷനിൽ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. യെസ്, ഈ ഡിനൈങ് ദ കോൺസിക്വന്റും ഡിനൈങ് ദ ആന്റിസിഡന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിനൈങ് ദ കോൺസിക്വന്റ് എന്ന് പറയുന്നത് ശരിക്കും ലാസ്റ്റ് പറഞ്ഞതിനെ ഡിനൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു ഫാലസി പഠിക്കാനില്ല. നമുക്കുള്ളത് ഡിനൈങ് ദി ആന്റിസിഡന്റും അഫേമിംഗ് ദി കോൺസിക്വന്റും ആണ്. ഡിനൈങ് ദി കോൺസിക്വന്റ് എന്ന് പറയുന്നത് അവർ ഓപ്ഷന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അങ്ങനെ ഒരു ഫാലസി നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഈ BCD എന്ന് പറയുന്ന ഓപ്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് അവസാനം പറഞ്ഞതിന് ഡിനൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞതിന് ഡിനൈ ചെയ്യുന്നു. ആന്റിസിഡന്റ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞത് തെറ്റായതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതും തെറ്റായിരിക്കും എന്ന് പറയുന്നതാണ് ഡിനൈങ് ദി ആന്റിസിഡന്റ്. ഡിനൈങ് ദി കോൺസിക്വന്റ് എന്ന് പറയുമ്പോൾ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്, അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയുന്നത് പോലെയാണ് ഡിനൈങ് ദി ആന്റിസിഡന്റ് ആൻഡ് ഡിനൈങ് ദി കോൺസിക്വന്റ്. അതായത് ഇത് തെറ്റാണെങ്കിൽ അതിനെ തുടർന്ന് വരുന്നതും തെറ്റായിരിക്കും. കോൺസിക്വന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതിന്റെ
ബാക്കി പത്രം അല്ലെ. അപ്പൊ ഇത് തെറ്റാണെങ്കിൽ ഇതിനെ പിന്തുടർന്ന് വരുന്നതും തെറ്റായിരിക്കും. ഇനി ആന്റിസിഡന്റ് എന്താണ്? ഡിനൈങ് ദി ആന്റിസിഡന്റ് എന്താണ്? മുന്നേ ഉള്ളത് തെറ്റായതുകൊണ്ട് ഇതും തെറ്റായിരിക്കും എന്ന് പറയുന്നത് പോലെ. പക്ഷെ നമുക്ക് ചോദിക്കാറുള്ളത് അഫേമിംഗ് ദി കോൺസിക്വന്റും ഡിനൈങ് ദി ആന്റിസിഡന്റും മാത്രമാണ്. അപ്പൊ ചെയിൻ ആർഗ്യുമെന്റ് ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 26ാമത്തെ ചോദ്യമാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ്, രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ലോജിക് ട്രീറ്റ്സ് ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ ആസ് സെപ്പറേറ്റ് പ്രോസസ്. ഇന്ത്യൻ ലോജിക് ഇൻഡക്ഷനെയും ഡിഡക്ഷനെയും സെപ്പറേറ്റ് പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനു മുന്നേ എന്താണ് ഇൻഡക്ഷൻ, എന്താണ് ഡിഡക്ഷൻ എന്ന് അറിയണം. എന്താണ് ഇൻഡക്ഷൻ, എന്താണ് ഡിഡക്ഷൻ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് കേട്ടിട്ടുണ്ടോ? ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്താ, കേട്ടിട്ടുണ്ടോ? അത് നിങ്ങൾ ക്ലാസ് കേട്ടവരല്ലേ, അപ്പൊ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവും കേട്ട് കാണുമല്ലോ. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയാം, മീൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. DGP എന്ന് ഓർക്കുക. DGP നമ്മള് പോലീസിലൊക്കെ ഉള്ള ഒരു എന്താണ് പൊസിഷനാണ് DGP അല്ലെ. അപ്പോ ഡി എന്ന് പറഞ്ഞാൽ ഡിഡക്ഷൻ, ഡിഡക്റ്റീവ്. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് വരുന്നതാണ്, ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് വരുന്നതാണ്. അപ്പൊ DGP. അപ്പൊ ഇൻഡക്റ്റീവ് എന്തായിരിക്കും? പർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നത്. അപ്പൊ എന്താണ് ഈ പർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോവാന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ പറയാണ് സോക്രട്ടീസ് മോർട്ടൽ ആണ്, സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും മോർട്ടൽ ആണെന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് ആണ്. ആദ്യം സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് കേസിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി. അപ്പോ സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് പോവുകയാണെങ്കിൽ അതെന്താണ്? ഇൻഡക്റ്റീവ് ആണ്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ജനറലിൽ നിന്ന് പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക്കിലേക്ക് പോവുകയാണെങ്കിൽ അത് ഡിഡക്ഷൻ അല്ലെ, DGP. അപ്പൊ ഡിഡക്ഷൻ, ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, therefore സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ക്ലിയർ ആണോ? അപ്പൊ അതാണ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവ് റീസണിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ലോജിക്ക് ഇൻഡക്ഷനെയും ഡിഡക്ഷനെയും സെപ്പറേറ്റ് പ്രോസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ അല്ല, ഇന്ത്യൻ ലോജിക്ക് ഇൻഡക്ഷനെയും ഡിഡക്ഷനെയും സെപ്പറേറ്റ് പ്രോസസ് ആയിട്ടല്ല, അതെന്താണ്? രണ്ട് പ്രോസസ്സും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യൻ ലോജിക്ക് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇന്ത്യൻ ലൊജീഷ്യൻസ് പറയുന്നത്. അതൊരു ഫാക്റ്റ് ആണ്, അത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ലോജിക്ക് ഇത് രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആണ്. അതായത് ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെയും ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതല്ലാതെ ഇൻഡക്റ്റീവ് വേറെ ഡിഡക്റ്റീവ് വേറെ എന്ന് പറഞ്ഞിട്ടല്ല ഇന്ത്യൻ ലോജിക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇന്ത്യൻ ലോജിക് ഡസ് നോട്ട് റിജക്ട് വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക്. എന്താ വെർബലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്? ഭാഷയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യൂ. അപ്പൊ ഇന്ത്യൻ ലോജിക് അതിനെ റിജക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ലോജിക് ഡസ് നോട്ട് റിജക്ട് ചെയ്യുന്നില്ല. എന്ത് റിജക്ട് ചെയ്യുന്നില്ല? വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക്. അതായത് ലാംഗ്വേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ലോജിക്കിനെ ഇന്ത്യൻ ലോജിക്ക് റിജക്ട് ചെയ്യുന്നില്ല. ഇന്ത്യൻ ലോജിക്ക് റിജക്ട് ചെയ്യുന്നുണ്ട്, കാരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അനുമാന, പ്രമാണ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ശബ്ദ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു കൺക്ലൂഷനിലേക്ക് ഇന്ത്യൻ ലോജിക്ക് എത്തുന്നത്. അതല്ലാതെ മിയർലി അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് മാത്രമല്ല കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ക്ലിയർ ആണോ അത്? അതായത് ഇന്ത്യൻ ലോജിക്കിൽ ഒരിക്കലും വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക്കിനെ ബേസ് ചെയ്ത് മാത്രമല്ല കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ റീസണിങ് ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമാണ്. ഇപ്പൊ ഞാൻ പറയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല ഇന്ത്യൻ ലോജിക്കില് നിങ്ങൾ അത് കാണുന്നു, അത് കണ്ടതുകൊണ്ട് ഓക്കെ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പൊ ഇതും ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അത് ഞാൻ വാക്കുകൾ കൊണ്ടല്ലല്ലോ, നിങ്ങളത് മനസ്സിലാക്കുവാണ്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുവാണ് അല്ലെ. അപ്പൊ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ, പ്രത്യക്ഷ അനുമാനയിൽ നമ്മൾ പറയുന്നില്ലേ പ്രത്യക്ഷ അനുമാനാന്ന്. അനുമാന നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പോ പ്രത്യക്ഷ, പിന്നെ അനുമാന, ഇങ്ങനെ ഉപമാന, ഉപമിച്ച് അല്ലെ, രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ഇരിക്കുന്നു. അപ്പോ പശുവിന് കൊമ്പുണ്ട്, ഇത് എന്താണ്, ആടിന് കൊമ്പുണ്ട്, അപ്പൊ രണ്ട് കൊമ്പുള്ള ജീവികളുടെയും കാലുകൾക്കും കുളമ്പുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പൊ അത് വെറും ഭാഷയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ലോജിക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക.
അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, തെറ്റാണ് ഇവിടെ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത് ഒരു വെർബലിസ്റ്റ് വ്യൂ ഓഫ് ലോജിക് അല്ല. വെർബലിസ്റ്റ് വ്യൂവിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറ്റ് വ്യൂവിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ലോജിക് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റീസണിങ്ങിനെയും ഡിഡക്റ്റീവ് റീസണിങ്ങിനെയും സെപ്പറേറ്റ് ആയിട്ടല്ല ഇന്ത്യൻ ലോജിക് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 27ാമത്തെ ചോദ്യമാണ്. ഞാൻ 40 ചോദ്യങ്ങൾ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സമയം കുറച്ച് കൂടി പോയാലും കുഴപ്പമില്ലല്ലോ. 40 ചോദ്യം എപ്പോ തീരുന്നു അപ്പോ നിർത്താം എന്നുള്ള രീതിയിൽ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. 1 മണിക്കൂർ കൂടുതലായാലും കുഴപ്പമില്ല. ഞാനൊരു 40 എന്ന് അങ്ങ് ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഒരു 40 ചോദ്യങ്ങൾ നിങ്ങൾ ഫെമിലിയർ ആവുമല്ലോ. ഓക്കെ, മാക്സിമം ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് ട്രാക്കിലായതുകൊണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇഫ് ദി സ്റ്റേറ്റ്മെന്റ് സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സ് ഇസ് ഗിവൺ ഫാൾസ്, അതായത് ഓള്, നോ, സം നോട്ട്. അപ്പൊ താഴെയുള്ള ഇടത് ഭാഗത്തുള്ളത് അല്ലെ, താഴെയുള്ള വലത് ഭാഗത്തുള്ളതാണ് എന്ത്, സം നോട്ട് എന്ന് പറയുന്നത് അല്ലെ. ഓള്, നോ, സം നോട്ട്, ഓള്, നോ, സം നോട്ട്. അപ്പൊ താഴെയുള്ള വലത് ഭാഗത്ത് അല്ലെ, നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വലത് ഭാഗത്ത് അല്ലെ, വലത് ഭാഗത്തുള്ളതാണ് എന്ത്, സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സ് എന്ന് പറയുന്നത്. അത് തെറ്റായാൽ then which of the following can immediately inferred to be false? സം നോട്ട് തെറ്റാണെങ്കിൽ എന്തായിരിക്കും ഇമ്മീഡിയറ്റ്ലി തെറ്റാവുന്നത്? സം നോട്ട് തെറ്റായാലും ഓള് തെറ്റാവോ? ഇല്ല, കാരണം സം നോട്ട് തെറ്റായാലും ഓള് ട്രൂ ആവുക ചെയ്യുക. അപ്പൊ ഓള് നമ്മൾ നോക്കേ വേണ്ട. ഇനി താഴെയുള്ള രണ്ടെണ്ണം നോക്കാം, സമ്മും സം നോട്ടും തമ്മിൽ എന്താ ബന്ധം? ഓളും നോയും ഒരുമിച്ച് ഫോൾസ് ആവില്ല അല്ലെ, സോറി, ഓളും നോയും ഒരുമിച്ച് ട്രൂ ആവില്ല, വേണമെങ്കിൽ ഒരുമിച്ച് ഫോൾസ് ആവും. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓളും നോയും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ വേണമെങ്കിൽ ഒരുമിച്ച് ഫോൾസ് ആവാം. ഇനി സമ്മും സം നോട്ടും പഠിച്ചപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? സമ്മും സം നോട്ടും എന്താണ്, ഒരുമിച്ച് ഫോൾസ് ആവില്ല, പക്ഷെ ഒരുമിച്ച് ട്രൂ ആവും. അപ്പോ എന്ത് മനസ്സിലായി? സം നോട്ട് ഫോൾസ് ആയാൽ ഓളും ഫോൾസ് ആവില്ല, സമ്മും ഫോൾസ് ആവില്ല. ക്ലിയർ ആണോ? അതായത് സം നോട്ട് ഫോൾസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഓൾ ഒരിക്കലും ഫോൾസ് ആവില്ല, അത് എപ്പോഴും ട്രൂ ആവുള്ളൂ. അപ്പൊ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ അങ്ങ് കട്ട് ചെയ്തു. ഇനി സം നോട്ടിൽ നേരെ നിൽക്കുന്ന സമ്മ്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തിനെ നമ്മൾ സബ് കോൺട്രറി എന്നാണ് പറയാ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സമ്മും സം നോട്ടും ഒരുമിച്ച് ട്രൂ ആവും, പക്ഷെ ഒരുമിച്ച് ഒരിക്കലും ഫോൾസ് ആവില്ല എന്ന്. അപ്പൊ സം നോട്ട് ഫോൾസ് ആയാലും ഒരിക്കലും സം എന്താവില്ല, ഫോൾസ് ആവില്ല, കാരണം രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സമ്മും അല്ല, പിന്നെ ആകെ ബാക്കിയുള്ളത് ഏതാണ്? നോയാണ്. അപ്പൊ അതായിരിക്കും ഫോൾസ് അല്ലേ? എളുപ്പമല്ലേ അത്? നമുക്ക് ആ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എളുപ്പമല്ലേ? സംഭവം കിട്ടിയോ, പിടികിട്ടിയോ? എങ്ങനെ ആൻസറിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലായോ? ഇത് സിമ്പിൾ ആണ്. ഇത് കുറച്ചെണ്ണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ബി ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്തത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ എന്തായാലും പറയാൻ പറ്റും. ഫസ്റ്റ് ഇറ്റ് ഈസ് സ്റ്റേയിങ് ഔട്ട് ലേറ്റ്. ആദ്യം നിങ്ങൾ ലേറ്റ് ആവും. ദെൻ ഇറ്റ് ഇസ് നോട്ട് കോളിംഗ് ഹോം, പിന്നെ വീട്ടിൽ വിളിക്കാതെ ആവും. ദെൻ വൈൽഡ് പാർട്ടീസ്, പിന്നെ നിങ്ങൾ പാർട്ടിക്ക് പോകാൻ തുടങ്ങും. ആൻഡ് ബിഫോർ യു നോ ഇറ്റ് യുവർ ലൈഫ് വിൽ ബി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ. പിന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോവും. സം ഡേ യു വിൽ ബി ഗ്ലാഡ് ദാറ്റ് യു ഹാഡ് എ ലോക്ക്ഡൌൺ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ലോക്ക്ഡൌൺ സംഭവിച്ചു എന്ന് വിചാരിക്കും. ഒരു ലോക്ക്ഡൌൺ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഏത് ഫാലസിയാണ്? കുറെ പേര് ആൻസർ പറയുന്നുണ്ട് സ്ലിപ്പറി സ്ലോപ്പ്. കറക്റ്റ് ആണ്, സ്ലിപ്പറി സ്ലോപ്പ് ആണ്. ഒന്ന് അടുത്തതിലേക്ക് കൊണ്ടുപോകും, അത് അടുത്തതിലേക്ക് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കും, അതായത് ലോക്ക്ഡൌൺ വന്നാ മതിയായിരുന്നു എന്ന് ആലോചിക്കും. കാരണം നിങ്ങളുടെ ലൈഫ് അത്രയ്ക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയി. അപ്പൊ അതുകൊണ്ട് ഇതിലും ഭേദം ഒരു ലോക്ക്ഡൌൺ വരുന്നതായിരുന്നു എന്ന് ചിന്തിച്ച് കളയും എന്ന് പറയുന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും അത്? സ്ലിപ്പറി സ്ലോപ്പ്. ഒന്ന് അടുത്തതിലേക്ക് മറ്റേത് അടുത്തതിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്ന ഫാലസി എന്താണ്? സ്ലിപ്പറി സ്ലോപ്പ് ആണ് അല്ലെ? ബാക്കിയുള്ളതെല്ലാം നമുക്ക് അറിയാം. റെഡ് ഹെറിംഗ് എന്ന് പറയുന്ന വഴി തിരിച്ചു വിടുന്നതാണ്. സ്ട്രോമൻ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ വീക്ക് ആർഗ്യുമെന്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇനി അപ്പീൽ ടു അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന ആള് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യണോ, ഇയാള് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ. അപ്പൊ നമ്മുടെ ആൻസർ ബി ആണ് അല്ലെ? അത് എളുപ്പമായിരുന്നില്ലേ? അപ്പൊ നമ്മൾ കുറെ ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പമാവും. അത് ക്വസ്റ്റ്യൻ എളുപ്പമായതുകൊണ്ടല്ല, നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പൊ ലോജിക്കൽ റീസണിങ്ങിൽ ഇത് മാത്രമേ ട്രിക്ക് ഉള്ളൂ. എത്രയും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
ഞാൻ ഈ ടോപ്പിക്കുകളുടെ ഒക്കെ ഓഡിയോ നോട്ടുകള് ഞാൻ ഐ മീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ചും ഇതിന്റെയൊക്കെ ഓഡിയോ നോട്ടുകൾ. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങളിപ്പോ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് ഓഡിയോ നോട്ടുകളായിട്ട് ടോപ്പിക് കംപ്ലീറ്റ്, അതായത് ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഫുൾ ടോപ്പിക് കവർ ചെയ്യുന്ന ഓഡിയോ നോട്ടുകൾ. എത്രത്തോളം എനിക്ക് ഞാൻ ടൈമിനനുസരിച്ച് ഞാൻ അത് അഷ്യൂർ ചെയ്യുന്നില്ല, എന്നാൽ ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും നോട്ടുകൾ. എനിക്കറിയില്ല ഈ ഒരു മന്ത് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജൂൺ 20 അല്ലേ എക്സാം, അതിന് മുന്നേ തീർക്കാൻ പറ്റിയാൽ ഞാൻ തീർക്കാതെ വിചാരിക്കുന്നത്. അപ്പൊ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. മറ്റുള്ള ക്ലാസ്സുകൾ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അറിയില്ല എത്രത്തോളം, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പൊ അത് ഞാൻ ഓരോന്നായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഓഡിയോ നോട്ടുകൾ. അപ്പൊ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കുമ്പോൾ ചുമ്മാ കേട്ടോണ്ടിരിക്കാൻ. ഇപ്പൊ നിങ്ങൾ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചുമ്മാ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ അതിങ്ങനെ പ്ലേ ആയിക്കോളും. എത്ര തവണ വേണമെങ്കിലും പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാലോ. അപ്പൊ ആ ഒരു പാറ്റേണിൽ ഞാൻ പോഡ്കാസ്റ്റ് പോലെ എന്നല്ല, എന്നാലും 5 മിനിറ്റ് വീഡിയോസ് ആണ്. 5 ഒരു 10-ൽ താഴെ. കാരണം 10-ൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അത്രയും ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 10-ൽ താഴെ നിർത്തുന്ന രീതിയിലാണ് ഓഡിയോ നോട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ 1-2 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഗ്രൂപ്പിൽ. ഇനി 29th ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ന്യായ വിച്ച് മീൻസ് ഓഫ് നോളജ് ഓർ പ്രമാണ ഈസ് യൂസ്ഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെന്റ്. ഇതിൽ ഏത് പ്രമാണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ 6 പ്രമാണങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ 6 പ്രമാണത്തിൽ ഏത് പ്രമാണമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. വേൾഡ് ഈസ് എൻ ഇഫക്ട് ആൻഡ് ഹെൻസ് ഇറ്റ് മസ്റ്റ് ഹാവ് എൻ എഫിഷ്യന്റ് കോഴ്സ്. അതായത് ലോകം എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റ് ആണ്. എന്തിന്റെയോ ഇഫക്റ്റ് ആണ് ലോകം എന്ന് പറയുന്നത്. ആൻഡ് ഹെൻസ് ഇറ്റ് മസ്റ്റ് ഹാവ് എൻ എഫിഷ്യന്റ് കോഴ്സ്. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാവും? ഒരു കാരണം കാണുമല്ലോ. നമ്മൾ പറയാം എന്തിന്റെയോ റിസൾട്ട് ആണ് ഈ ലോകം എന്ന് പറയുന്നത്. എന്തിന്റെയോ റിസൾട്ട് എന്ന് പറയുമ്പോൾ അതിന് കാരണമായ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊരു കോസ് ഉണ്ട്. ഏതുപോലെ? ലൈക്ക് ഓൾ ഒബ്ജക്ട്സ് ലൈക്ക് പോട്ട്സ്, ക്ലോത്ത്സ് എക്സെട്ര, ദാറ്റ് എഫിഷ്യന്റ് കോസ് ഇസ് ഗോഡ്. ആ എഫിഷ്യന്റ് കോസ് എന്താണ്? ദൈവമാണ്. അതായത് കമ്പയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഞാനിപ്പോ ആ വേർഡ് പറഞ്ഞു, അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിക്കാണും. കമ്പാരിസൺ, ഉപമിക്കല്ലേ ഇവിടെ ചെയ്യുന്നത്. അതായത് ഇവിടെ ലോകം എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് അതിനൊരു കാരണം ഉണ്ടാവും. എന്തുപോലെ? പോട്ട്, ക്ലോത്ത്, ഇതൊക്കെ പോലെ അതിനൊരു കാരണം ഉണ്ടാവും. ഇത് ഉണ്ടാക്കിയ ആരെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലെ? അതായത് ഇപ്പോ പോട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല അതാരാ ഉണ്ടാക്കിയത്. ഒരു വസ്ത്രം കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് ആരാ ഉണ്ടാക്കിയത്. അപ്പൊ ഇതൊരു ഇഫക്റ്റ് ആണ്. അപ്പൊ ഇഫക്റ്റ് ആവുമ്പോൾ അതിനൊരു കാരണം കാണും. അതുപോലെ ലോകം എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു കാരണം കാണില്ലേ? ഏതുപോലെ? ഈ പാത്രങ്ങളും പിന്നെ വസ്ത്രങ്ങളും ഒക്കെ പോലെ അതിന്റെ പിന്നിൽ ഒരു കാരണം കാണും. അതാണ് എന്ത്? ദൈവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എന്ത് തരം പ്രമാണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? കമ്പാരിസൺ ആണ് അല്ലെ? 2 കാര്യങ്ങളെ കമ്പയർ ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? സി ആണ് വരിക. സി തന്നെയാണ് കേട്ടോ. അതിന്റെ ആൻസറിൽ ഞാൻ കൊടുത്തേക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. സി ആണ്. ഇനി 30ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Does the distinguished member of parliament really believe that the Indian public is so naive that they will endorse just any stopgap measure? അതായത് MP-മാര്, ഡസ് ദ ഡിസ്റ്റിംഗ്വിഷ്ഡ് MP, ഡിസ്റ്റിംഗ്വിഷ്ഡ് എന്ന് പറയുമ്പോൾ ആ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോ ആ MP റിയലി ബിലീവ് ദാറ്റ്, അയാൾ വിശ്വസിക്കുന്ന, ആ MP വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഇന്ത്യൻ ജനത വളരെ നെയ്വാണ്. നെയ്വ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന എന്താണ് അധികം ബുദ്ധിയും ബോധവും ഒന്നും ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ദാറ്റ് ദേ വിൽ എൻഡോഴ്സ് ജസ്റ്റ് എനി സ്റ്റോപ്പ് ഗ്യാപ്പ് മെഷർ. അതായത് തൽക്കാലത്തേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. അതായത് ആളുകൾ അത്രയും നെയ്വാണെന്നാണോ MP വിചാരിച്ചു വെച്ചേക്കുന്നത്? അതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് ഏത് ഫാലസിയാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടായിരിക്കുകയാണ്. ഇത് ചോദ്യത്തിൽ തന്നെ ഉത്തരവൊന്നുമില്ല. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചോദ്യത്തിൽ ആദ്യം തന്നെ ആർഗ്യുമെന്റിൽ പറഞ്ഞിട്ടില്ല. ഇനി റെഡറിങ് എന്ന് പറയുന്ന വഴി തിരിച്ചു വിടുന്നതാണ്. വഴി തിരിച്ചു വിട്ടിട്ടില്ല. ഇനി അപ്പീൽ ടു ഇഗ്നറൻസ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അതുകൊണ്ട് അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയില്ല അവർക്കത് അറിയില്ല അതുകൊണ്ട് അത് എനിക്കത് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്കത് അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതാണ് ഇഗ്നറൻസ്. ഇനി ഡി ആണ് ബാക്കിയുള്ളത്, കോംപ്ലക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പം
അതായത് ഒന്നില്ലെങ്കിൽ ആളുകളെല്ലാം മണ്ടന്മാരാണെന്ന് MP വിചാരിക്കുന്നു എന്നായിപ്പോയി. ഇനി ആളുകളെല്ലാം മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ ഈ തട്ടിക്കൂട്ട് പരിപാടികൾ അത് ചെയ്യും എന്നുള്ളൊരു അർത്ഥവും വന്നു. അപ്പൊ ഇത് ഒരു രീതിയിൽ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഈ ജനങ്ങൾ മുഴുവൻ എന്താണ് മണ്ടന്മാരാണെന്ന് MP വിചാരിക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്ത് വെക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അത് അതേ എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇത് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആയത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 30. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കാം. ഐഡന്റിഫൈ ദ ഫാലസി കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെന്റ്. ഫാലസി ഏതാണെന്ന് പറയണം. മൈ ഒപ്പോണന്റ് ചീറ്റഡ് ഓൺ ഹിസ് ടാക്സസ്. എന്റെ ഒപ്പോണന്റ് ടാക്സ് വെട്ടിപ്പ് നടത്തി. ഹി ഹയേർഡ് ആൻ ഇല്ലീഗൽ മൈഗ്രന്റ് ആസ് എ നാനി. നാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന ആളെയാണ് നാനി എന്ന് പറയാം. അപ്പൊ ഒരു ഇല്ലീഗൽ മൈഗ്രന്റിനെ നാനി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു, ഹയർ ചെയ്തു. ഹിസ് വ്യൂസ് ഓൺ ടാക്സ് റിഫോംസ് കനോട്ട് ബി ട്രസ്റ്റഡ്. അതുകൊണ്ട് തന്നെ അവന്റെ ടാക്സ് റിഫോമിനെ പറ്റിയിട്ടുള്ള അവന്റെ കാഴ്ചപ്പാടുകളെ എന്റെ ഒപ്പോണന്റ് ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിയായ രേഖകളില്ലാത്ത മൈഗ്രന്റ് ആയിട്ടുള്ള ആളുകള് അല്ലെ. മൈഗ്രന്റ് എന്ന് പറയുമ്പോൾ വേറെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്ത ആളുകളാണ്. അപ്പൊ മതിയായ രേഖകളില്ലാത്ത ഇതുപോലെ കുടിയേറി പാർത്ത ഒരാളെയാണ് നാനി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ ടാക്സ് റിഫോമിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന എന്താണ്? ആരോ ആൻസർ പറഞ്ഞു, ആഡ് ഹോമിനം ആണല്ലേ. ആഡ് ഹോമിനം എന്ന് പറയുമ്പോ എന്താണ്? പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതാണ് അല്ലെ. അതായത് അയാള് എന്റെ ഒപ്പോണന്റ് ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അയാൾ ഇല്ലീഗൽ മൈഗ്രന്റിനെ നാനിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടാക്സ് റിഫോമിനെ പറ്റിയിട്ടുള്ള അയാളുടെ ധാരണകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുക? അപ്പൊ അയാൾ ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, പക്ഷെ അയാൾ ആ ടാക്സിനെ പറ്റിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്ത് തരം ഫാലസിയാണ്? ആഡ് ഹോമിനം, പേഴ്സണൽ അറ്റാക്ക് ആണ് അല്ലെ. ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ലേ അല്ലെ, നിങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രന്റിനെ നാനിയാക്കി വെച്ചിട്ടില്ലേ, പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ എന്താണ് അവകാശം എന്നൊക്കെ ചോദിക്കുന്ന പോലെയല്ലേ അത്. ഇനി ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആരാണ് ഇതിനെപ്പറ്റി പറയാനെന്ന് ചോദിക്കുന്നതാണ്. അതായത് ആ അതോറിറ്റി അല്ലാത്ത ഒരാൾ സംസാരിക്കുമ്പോഴാണ് ഇവിടെ അതല്ല വരുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു സിനിമാ നടന്റെ അടുത്ത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതായത് ഇപ്പൊ മോഹൻലാൽ പറയുവാണ് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമുക്ക് പറയാം അതിന് നിങ്ങൾ ആരാണ്? നിങ്ങൾ സിനിമ നടനല്ലേ, നിങ്ങൾ ഒരു എൻവയൺമെന്റലിസ്റ്റ് ഒന്നും അല്ല, അല്ലെങ്കിൽ എൻവയൺമെന്റിനെ പറ്റി അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്താണ് അതോറിറ്റി ഉള്ളത്? അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് അതിനെപ്പറ്റി പറയാൻ അറിയില്ലാത്ത ആളുകൾ അതിൽ കമന്റ് പറയുമ്പോഴാണ് ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി ആവുക. ഇവിടെ പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ല പറയുന്നത്. ടാക്സ് റിഫോമിനെ പറ്റിയിട്ട് ആർക്ക് സംസാരിക്കാം? ഓക്കെ, ആധികാരികമായി സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇന്ന ആള് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അയാൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ള അതോറിറ്റി എന്ന് ചോദ്യം ചെയ്യാം. അപ്പൊ എ അല്ല വരിക, ബി ആണ് ആൻസർ എന്ന് പറഞ്ഞു. ഇനി സിയും ഡിയും കൂടെ നോക്കാം. അപ്പീൽ ടു ഇഗ്നറൻസ് എന്താണ്? എനിക്കതറിയില്ല അതുകൊണ്ട് അത് അങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ എനിക്കത് അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ദൈവം ഇല്ലാന്ന് പ്രൂവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് എന്താണ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇവിടെ അങ്ങനെയല്ല. പിന്നെ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് ചോദ്യത്തിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റിൽ അത് അസ്യൂം ചെയ്യുക. അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ല അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ബി ആണ് അല്ലെ. സ്വാഭാവികമായിട്ടും ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഇതൊന്ന് നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കണേ. നിങ്ങൾ ചിലപ്പോൾ ഇത് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, കുറച്ച് പേരെങ്കിലും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആൻസർ പറയണം എന്ന് പറഞ്ഞത്. ഞാൻ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, ഓൾദോ ഐ എം വെരി ഹാപ്പി ടു വിൻ ദി ലോട്ടറി. എനിക്ക് ലോട്ടറി അടിച്ചതിൽ വളരെ സന്തോഷമുണ്ടെങ്കിലും ഐ എം ഓൾസോ ലിറ്റിൽ വറീഡ്. എനിക്ക് ചെറിയ ചില എന്താണ് ചില വറീസ് ഉണ്ട്, അതായത് ചില എന്താണ് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്താണ്? ദ ലാസ്റ്റ് ടൈം ഐ ഹാഡ് വൺ എ ലോട്ടറി, കഴിഞ്ഞ തവണ എനിക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു. മൈ പോക്കറ്റ് വാസ് പിക്ഡ് ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ്. പിക് പോക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പോക്കറ്റ് അടിക്കുക അല്ലെ. അപ്പൊ എനിക്ക് ലോട്ടറി അടിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും ഞാൻ കുറച്ച് വറീഡുമാണ്. കാരണം എന്താണ്? ലാസ്റ്റ് ടൈം എനിക്ക് ലോട്ടറി അടിച്ചപ്പോ എന്റെ പോക്കറ്റ് അടിക്കപ്പെട്ടു. വിച്ച് ലോജിക്കൽ ഫാലസി ഈസ് കമ്മിറ്റഡ്? റെഡറിങ് ഒരിക്കലും വരില്ല. ചർച്ച വഴിതിരിച്ചു വിടുന്നത് ഇല്ല.
ഫോൾസ് ഓൾട്ടർനേറ്റീവ് വരുമോ? ഫോൾസ് ആയിട്ടുള്ള ഒരു പകരക്കാരൻ ഇല്ല, അതും ഇല്ല. എന്തുകൊണ്ട് ഹേസ്റ്റി ജനറലൈസേഷൻ ചൂസ് ചെയ്തില്ല? അപ്പൊ കുറച്ചുപേര് ഹേസ്റ്റി ജനറലൈസേഷൻ പറയുന്നുണ്ട്. അപ്പൊ ആ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സിയും ഡിയും ആർക്കും കൺഫ്യൂഷൻ ഉണ്ടായില്ല, എയിലും ബിയിലോ കൺഫ്യൂഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവ്വം ഞാനത് അത് തന്നെയാണോ ഉറപ്പാണോ എന്ന് ചോദിച്ചത്. ആൻസർ എ തന്നെയാണ്, ബി ഒരിക്കലും വരില്ല. പക്ഷെ ബി എന്തുകൊണ്ട് വരില്ല എന്നുള്ളത് ഞാൻ പറയാം. അതായത് ഞാൻ കഴിഞ്ഞ തവണ എനിക്ക് ലോട്ടറി അടിച്ചപ്പോ എന്റെ പോക്കറ്റ് അടിക്കപ്പെട്ടു. അപ്പൊ ഇത്തവണ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതായത് കഴിഞ്ഞ തവണ ലോട്ടറി അടിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ പോക്കറ്റ് അടിക്കപ്പെട്ടത്. അപ്പോ എന്താണ്, ഇനി ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് പോക്കറ്റ് അടിക്കപ്പെട്ടേക്കാം എന്നുള്ള സംശയമാണ്. എന്തുകൊണ്ട് ഹേസ്റ്റി ജനറലൈസേഷൻ ആയില്ല? ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുമ്പോ ലോട്ടറി കഴിഞ്ഞ തവണ എനിക്ക് ലോട്ടറി അടിച്ചു, എന്റെ പോക്കറ്റ് അടിക്കപ്പെട്ടു. ആർക്ക് ലോട്ടറി അടിച്ചാലും പോക്കറ്റ് അടിക്കപ്പെടും എന്നാണെങ്കിലാണ് ജനറലൈസേഷൻ എന്ന് പറയാ. അതായത് എനിക്ക് സംഭവിച്ച കാര്യം ലോകത്തിൽ എല്ലാവർക്കും സംഭവിക്കുമ്പോഴാണ് ഞാൻ എന്ത് പറയുന്നത്, അത് ജനറലൈസ്ഡ് എന്ന് പറയുന്നത്. എനിക്ക് സംഭവിച്ച കാര്യം വീണ്ടും എനിക്ക് തന്നെ സംഭവിക്കുമ്പോ എവിടെ എന്ത് സംഭവിക്കുന്നില്ല? ജനറലൈസേഷൻ നടക്കുന്നില്ല. അവിടെ പലർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. എനിക്ക് സംഭവിച്ച കാര്യം വീണ്ടും എനിക്ക് തന്നെ സംഭവിക്കുമ്പോ അത് ജനറലൈസേഷൻ അല്ല. ജനറലൈസേഷൻ ആവുന്നത് എപ്പോഴാണ്? എനിക്ക് സംഭവിച്ച കാര്യം തന്നെ എല്ലാവർക്കും സംഭവിക്കുമ്പോഴാണ് ജനറലൈസ്ഡ് ആവുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആ കൺഫ്യൂഷൻ ഇപ്പൊ തന്നെ മാറ്റി വെക്കുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യനിൽ ഈ ഒരൊറ്റ കൺഫ്യൂഷൻ കാരണം പലരും തെറ്റിക്കുന്നുണ്ട് ഹേസ്റ്റി ജനറലൈസേഷൻ. ഹേസ്റ്റി ജനറലൈസേഷൻ ഒരു 90% ആളുകൾക്ക് തെറ്റുന്നതിന്റെ കാരണം തന്നെ ഇതാണ്. അതായത് ഒരു തവണ സംഭവിച്ചത് വീണ്ടും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ജനറലൈസ് ആയി എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല ജനറലൈസേഷൻ വരുന്നത്. ഒരാൾക്ക് സംഭവിച്ച കാര്യം അത് ജനറൽ ആയിട്ട് ഒരു റൂൾ ആക്കിയിട്ടൊക്കെ പറയുമ്പോഴാണ്, എല്ലാവർക്കും സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് അത് ഹേസ്റ്റി ജനറലൈസേഷൻ ആവുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ് ആൻസർ വരിക? പോസ്റ്റ് ഹോക്ക് തന്നെയാണ് ആൻസർ വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ഞാൻ നിങ്ങളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചാണ്. അപ്പൊ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്തതാണ്. കാരണം പിന്നെ ഇനി നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടാവരുത്. കാരണം എക്സാം ഹോളിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കൺഫ്യൂഷൻസ് ഉണ്ടായിക്കോട്ടെ, അത് നല്ലതാണ്. പക്ഷെ എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി നോക്കിയേ, ഏത് ഇൻഫോർമൽ ഫാലസിയാണ് ഇതിനകത്ത് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ഫേമസ് ആയിട്ടുള്ള സിംഗർ മിസ്റ്റർ ശാന്തനി സെയ്സ് ABC ടൂത്ത് പേസ്റ്റ് ബൂസ്റ്റ് അവർ ഇമ്മ്യൂണിറ്റി. അതായത് ഏതൊരു ഫേമസ് ആയിട്ടുള്ള സിംഗർ, മിസ്റ്റർ ശാന്തനി എന്ന് പറയുന്ന ഒരു സിംഗർ പറയാണ് ABC ടൂത്ത് പേസ്റ്റ്, ABC എന്ന് പറഞ്ഞാൽ ഒരു ടൂത്ത് പേസ്റ്റിന്റെ പേര് ചുമ്മാ ഇട്ടേക്കുന്നതാണ്. ABC ടൂത്ത് പേസ്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു പറയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ABC ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കണം. ഇവിടെ ഒന്ന് രണ്ട് പേര് അപ്പീൽ ടു ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോഹൻലാല് ഇതുപോലെ ഒരു ഹെൽത്തിനെ പറ്റിയോ അല്ലെങ്കിൽ എൻവയൺമെന്റിനെ പറ്റിയൊക്കെ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. അതായത് മോഹൻലാലിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഉള്ള സംവാദങ്ങളിലും അല്ലെങ്കിൽ ചർച്ചകളിലും ഏർപ്പെടാം. അത് നമുക്ക് മുഖവിലക്കെടുക്കാം. മറ്റുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല. മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ മോഹൻലാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു സിനിമയുടെ കേസിൽ, ഒരു ആർട്ടിന്റെ കേസിൽ ചിലപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത കേസിൽ നമുക്ക് മോഹൻലാൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ശരിയാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ അത് ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി ആണ് അല്ലെ, അയാൾ അതിന്റെ അതോറിറ്റി അല്ല. അപ്പൊ അയാൾ അതിന്റെ അതോറിറ്റി അല്ലാത്തിടത്തോളം അത് പറയുന്നത് നമുക്ക് അതേപോലെ തന്നെ എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? അപ്പീൽ ടു ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? അപ്പീൽ ടു ഇഗ്നറൻസും റെഡറിങ്ങും സ്ട്രോമനും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 90% ഓപ്ഷൻസ് നമ്മൾ കണ്ടത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ കുറച്ച് ടൈപ്സ് ഓഫ് ഫാലസി ഒന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വിച്ച് ഫാലസി ഈസ് കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെന്റ്? വെൻ ഐ കോൾഡ് you, you were neither. Which fallacy is committed in the following argument? When I called you, you were neither in your class nor in the laboratory. അതായത് ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല, ലാബിലും ഉണ്ടായിരുന്നില്ല. Why are you avoiding me? നീ എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? സർക്കുലർ ആർഗ്യുമെന്റ് എന്തുകൊണ്ട് വന്നില്ല? സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ക്വസ്റ്റ്യനും സർക്കുലർ ആർഗ്യുമെന്റും സെയിം ആണ്. അപ്പൊ ഒരിക്കലും അത് ആൻസർ ആയിട്ട് വരില്ല. മനസ്സിലായോ? സർക്കുലർ ആർഗ്യുമെന്റും കോംപ്ലക്സ് ക്വസ്റ്റ്യനും ഒന്നാണ്. അതായത് ചോദ്യം അങ്ങോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരുന്നതാണ് അല്ലെ സർക്കുലർ ആർഗ്യുമെന്റ്. കോംപ്ലക്സ് ക്വസ്റ്റ്യനും ഒരുമാതിരി അതുപോലെ തന്നെയാണ്. നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് അതുമല്ല. സ്ലിപ്പറി സ്ലോപ്പും അല്ല. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും?
റെഡറിങ്. എന്താണ് റെഡറിങ്? ചർച്ച വഴിതിരിച്ചു വിടുന്നതാണ്. അതായത് ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല, ലാബിലും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് പിന്നെ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിൽ നീ എന്തുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്നുള്ളത് ശരിക്കും ചർച്ച വഴിതിരിച്ചു വിടുന്ന കാര്യമല്ലേ? അതായത് നീ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല, ലബോറട്ടറിയിലും ഉണ്ടായിരുന്നില്ല, നീ എവിടെയായിരുന്നു എന്നാണെങ്കിൽ അത് ഓക്കെയാണ്. പകരം നമ്മൾ എന്താ ചോദിക്കുന്നത്? നീ എന്നെ അവോയ്ഡ് ചെയ്യാണല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചർച്ചയെ തന്നെ, അപ്പൊ അയാൾ എന്ത് പറയും? അയ്യോ ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തോന്നല്ല, ഞാൻ എന്തിനാ നിന്നെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യം എന്താന്ന് എനിക്ക്, അങ്ങനെ പിന്നെ ചർച്ച ആ രീതിയിലേക്ക് പോകും അല്ലെ? അപ്പൊ അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? റെഡറിങ് ഫാലസിയാണ്, ചർച്ചയെ വഴിതിരിച്ചു വിടുന്ന പരിപാടിയാണ് അവിടെ സംഭവിച്ചത്. സ്ലിപ്പറി സ്ലോപ്പും അല്ല, കോംപ്ലക്സും അല്ല, സർക്കുലാറും അല്ല. ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് സർക്കുലാർ ആർഗ്യുമെന്റ്. കോംപ്ലക്സ് ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യമാണ് അല്ലെ? അതായത് നിനക്ക് ഭ്രാന്തുണ്ടോ, നീ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ. അതുമല്ല. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് അടുത്തതിലേക്ക്, അത് അടുത്തതിലേക്ക് പോകും എന്ന് പറയുന്നതാണ്. അതുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതായിരിക്കും? റെഡറിങ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ബി ആണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 35ാമത്തെ ചോദ്യമാണ്. ക്രിട്ടിക്സ് ഓഫ് ഫ്രോയിഡിയൻ സൈക്കോളജി. ഫ്രോയിഡ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് ക്രിട്ടിക്സ് ഓഫ് ഫ്രോയിഡിയൻ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോ ഫ്രോയിഡിന്റെ സൈക്കോളജിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഷുഡ് ഗെറ്റ് ദംസെൽസ് സൈക്കോ അനലൈസ്ഡ്. അങ്ങനെയുള്ള ആളുകൾ സ്വയം സൈക്കോ അനാലിസിസിന് വിധേയരാകണം. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു അവരെ ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്യുന്ന പോലെ അവരതിന് വിധേയരാകണം. Because opposition to the theory is itself caused by unconscious resistance arising from the Oedipal complex. ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. ഞാൻ ഇതിന്റെ സിമ്പിളാക്കി പറഞ്ഞുതരാം. അതായത് ഫ്രോയിഡിന്റെ സൈക്കോളജി എതിർക്കുന്നവര് എന്ത് ചെയ്യണം? സൈക്കോ അനാലിസിസിന് വിധേയരാകണം. അതായത് ഒരു ഹിപ്നോട്ടിസത്തിന് വിധേയരാകണം. കാരണം എന്താണ്? അവര് ചിലപ്പോ ഈ ഫ്രോയിഡിന്റെ തിയറിയെ എതിർക്കുന്നതിന്റെ കാരണം അവരുടെ ഉള്ളില് ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടായിരിക്കും. ആ റെസിസ്റ്റൻസ് എവിടെ നിന്ന് വന്നു എന്നാണ് പറയുന്നത്? ഈഡിപ്പൽ കോംപ്ലക്സിൽ നിന്ന്. ഈ ഈഡിപ്പൽ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത് ഫ്രോയിഡിന്റെ ഒരു തിയറിയാണ്. അതായത് ഫ്രോയിഡ് പറയുന്നത് ആൺകുട്ടികൾക്ക് അമ്മയോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുകയും അച്ഛനെ അവരൊരു റൈവലായിട്ട് കാണുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഫ്രോയിഡിന്റെ ഒരു തിയറിയാണ്. അതൊരു തിയറിയാണ്. അതൊരു ഒരു പ്രൂഫ് ഒന്നുള്ള ഒരു കാര്യമൊന്നല്ല, ചുമ്മാ ഒരു ഹൈപ്പോത്തിസിസ് ആണ് ശരിക്കും. അപ്പൊ ഫ്രോയിഡ് കുറച്ച് പേരിലൊക്കെ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ആ സമയത്ത് കുറെ ആളുകളിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് ഫ്രോയിഡിന്റെ ഒരു കണ്ടെത്തൽ. അതായത് ആൺകുട്ടികൾക്ക് അമ്മയോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുകയും അപ്പോ അമ്മ കല്യാണം കഴിച്ചേക്കുന്ന പുരുഷനായ അച്ഛനോട് ഒരു ദേഷ്യം ഉണ്ടാവുകയും ചെയ്യും. അതായത് എനിക്കും അമ്മയ്ക്കും ഇടയിലുള്ള ഒരു ഹിൻഡ്രൻസ് ആയിട്ടാണ് അച്ഛനെ ആ ആൺകുട്ടി കാണുക എന്നുള്ളതാണ് ഈഡിപ്പസ് കോംപ്ലക്സ് കൊണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഫ്രോയിഡിയൻ തിയറിയെ എതിർക്കുന്ന ക്രിട്ടിക്സ് അവര് സ്വയം സൈക്കോ അനാലിസിസിന് വിധേയരാകണം. കാരണം അവര് ഈ തിയറിയെ എതിർക്കുന്നതിന്റെ കാരണം ചിലപ്പോൾ ഈ ഈഡിപ്പൽ കോംപ്ലക്സ് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ വിച്ച് അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ഡിസ്റ്റോർട്ട്സ് വൺസ് തിങ്കിങ്. അത് ഒരാളുടെ ചിന്തകളെ ഡിസ്റ്റോർട്ട് ചെയ്യും. ഡിസ്റ്റോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കും എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പൊ ചിലപ്പോ ഈ ഫ്രോയിഡിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളിൽ ചിലപ്പോൾ ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് പറയുന്നത്. അപ്പീൽ ടു അതോറിറ്റി ആണോ? ഇന്ന ആള് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ? അതല്ല. സ്ലിപ്പറി സ്ലോപ്പും അല്ല. ഇനി ബെഗിങ് ദ ക്വസ്റ്റ്യനും ഹേസ്റ്റി ജനറലൈസേഷനും ആണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോ ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിട്ടിക്സ് ഫ്രോയിഡിനെ എതിർക്കുന്ന ആളുകളെ പറ്റി മാത്രമാണ് പറയുന്നത്, അവരെ പറ്റി മാത്രം. അപ്പൊ അതൊരു ജനറലൈസ്ഡ് അല്ല. അതായത് ഫ്രോയിഡിനെ എതിർക്കുന്നവർ എന്നാണ് പറയുന്നത്. ജനറലൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർത്ത് പറയുന്നതാണ്. ഇനി അതിന് ഹേസ്റ്റി ആയിട്ടുള്ള ജനറലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് ഫ്രോയിഡിന്റെ തിയറിയെ എതിർക്കുന്നവര് സൈക്കോ അനാലിസിസിന് വിധേയരാകണം. കാരണം അവർക്ക് ചിലപ്പോ ഈ പറയുന്ന ഈഡിപ്പൽ കോംപ്ലക്സ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരെ എതിർക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഫ്രോയിഡിനെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഫ്രോയിഡിനെ എതിർക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈഡിപ്പസ് കോംപ്ലക്സ് ഇല്ല, അപ്പൊ നിങ്ങൾ ഫ്രോയിഡിനെ എതിർക്കുന്നില്ല അല്ലെ എന്നായി പോവും. അപ്പൊ നമുക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റില്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈഡിപ്പസ് കോംപ്ലക്സും ഇല്ല, ഞാൻ ഇതിനെ എതിർക്കുന്നു ഇല്ല എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് വരും. ഇനി ഞാൻ എതിർക്കുന്നു എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾക്ക് ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടല്ലേ എന്നായി പോവും. അപ്പൊ ഇതിന് യെസും നോയും പറയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥയാണിത്. അതാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം. പിന്നെ അത് മാത്രമല്ല ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്.
അല്ലെ? ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയല്ലേ ചെയ്യണത്. ബെഗിങ് ദ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ അല്ല, ശരിക്കും ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചോദ്യത്തിലേക്ക് തിരിച്ചു വരിക ചെയ്യണം. ആദ്യം എന്താ പറയുന്നത്? അവര് തന്നെ സൈക്കോ അനാലിസിസിന് വിധേയരാവണം, കാരണം അവരെ എതിർക്കുന്നവർക്ക് ഈ ഇഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഈ ചോദ്യത്തിലേക്ക് തന്നെ വരിക. ഒന്നുകൂടെ പറയണോ അത്? അതായത് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത്, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫ്രോയിഡിയൻ സൈക്കോളജി എതിർക്കുന്ന ആളുകള് അവര് ശരിയല്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താ പറയണത്? അവര് സൈക്കോ അനാലിസിസിന് വിധേയരാകണം. അവര് ഫ്രോയിഡിനെ എതിർക്കുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് ഈഡിപ്പസ് കോംപ്ലക്സ് ഉള്ളതുകൊണ്ടാണെന്ന് അങ്ങ് പറഞ്ഞിട്ട് എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിനെ ആദ്യം തന്നെ അസ്യൂം ചെയ്തിട്ട് അതിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ റയറസ്റ്റ് ഓഫ് ദി റയർ ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. അല്ലെ? ഇപ്പൊ ഈ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ ഇത് മാത്രമല്ല കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ട് തോന്നിയത്. ഇതും പിന്നെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു ചോദ്യവും കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. അത് 2-3-4 തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഈ ബെഗിങ് ദ ക്വസ്റ്റ്യനും സർക്കുലർ ആർഗ്യുമെന്റും അപ്പോ സെയിം ആണോ? ബെഗിങ് ദ ക്വസ്റ്റ്യനും സർക്കുലർ ആർഗ്യുമെന്റും സെയിം ആണ്, കോംപ്ലക്സ് ക്വസ്റ്റ്യൻ അല്ല. ഫാലസിയുടെ ഞാൻ ഓഡിയോ നോട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഫാലസിയുടെ ഏരിയ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് തരാം കേട്ടോ. പക്ഷെ ചോദിക്കുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ എല്ലാ ഫാലസികളും അങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കുന്നില്ല. ചില പെർട്ടിക്കുലർ ഏരിയ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, ഓപ്ഷൻസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്ന ചില ഫാലസികൾ ഉണ്ട്. അത് മാത്രം അതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, അതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ട് റിവൈസ് ചെയ്തിരിക്കണം. വേറെ എന്ത് വിട്ടുപോയാലും ഈ ഓപ്ഷനിൽ കാണുന്ന ഫാലസികളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഫാലസികളും നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. അത് കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. എന്നിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മറ്റേതും കൂടെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആ ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ബാക്കി സമയത്ത് എന്ത് ചെയ്യുക, അതിന്റെ ബാക്കി ടോപ്പിക്കും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ഒക്കെ ഇടേണ്ട സമയമായി. കാരണം ഇനി മെയ് 1 മന്ത് ഫുള്ള്, പിന്നെ ജൂണിൽ ഒരു 20 ഡേയ്സും കൂടെ കാണും. കാരണം 21st 22nd ഒക്കെ ആകുമ്പോഴത്തേക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ കൂടുതൽ സമയം കിട്ടിയെന്ന് വരും, പക്ഷെ നമ്മൾ അത് നോക്കണ്ട. ഇപ്പൊ 21st 22nd അല്ലേ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്തിട്ട് പിന്നെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരുന്നതോ നിങ്ങളുടെ ഒരു മനോധർമ്മം പോലെ. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ട് ആ ഏരിയ നോക്കി പഠിച്ച് ക്ലിയർ ചെയ്ത് പോവുക. എന്നിട്ട് അങ്ങനെ എല്ലാ ടോപ്പിക്കും തീർത്തിട്ട് നിങ്ങളുടെ പേപ്പർ 2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക എന്നുള്ളതായിരിക്കും നല്ല സ്ട്രാറ്റജി. അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ്. 36 നോക്കാം. Which logical fallacy is exemplified in the following statement? No one can criticize Freudian psychoanalysis. ഒരാൾക്കും ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? The one who criticizes himself has been psychoanalyzed. ഒരാള് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അയാൾ തന്നെ സൈക്കോ അനലൈസ് ചെയ്യപ്പെടുവാണ്. അപ്പൊ പിന്നെ അയാൾക്ക് എങ്ങനെയാണ് ഫ്രോയിഡിനെ വിധിക്കാൻ സാധിക്കുക? കാരണം അയാൾ തന്നെ സൈക്കോ അനാലിസിസിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറയാണ്. അപ്പൊ എന്തായിരിക്കും, എന്ത് തരം ഫാലസി ആയിരിക്കും അവിടെ വരുന്നത്? അവിടെ ശരിക്കും പറഞ്ഞാൽ ആഡ് ഹോമിനം തന്നെയാണ്. അത് ആഡ് ഹോമിനം വരാനുള്ള കാരണം നമ്മൾ ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുവാണ്. അതായത് നിങ്ങൾ സൈക്കോ അനാലിസിസ്, നിങ്ങൾ ഫ്രോയിഡിനെ എതിർക്കുമ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സൈക്കോ അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ സൈക്കോ അനലൈസ് ചെയ്യപ്പെടുമ്പോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രോയിഡിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുക? കാരണം ഓൾറെഡി നിങ്ങൾ ഫ്രോയിഡിന്റെ തിയറി ആയിട്ടുള്ള സൈക്കോ അനാലിസിസിലൂടെ നിങ്ങൾ കടന്നുപോയി. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ഹോമിനം വന്നത്. അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് അതോറിറ്റി? അത് ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ്. ഇവിടെ ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു. ഇത് അപ്പീൽ ടു അതോറിറ്റി എന്തല്ല പറയാൻ പറ്റില്ല. അപ്പീൽ ടു ഇഗ്നറൻസും പറയാൻ പറ്റില്ല. ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത് ഒരേപോലെ എന്നുള്ളതാണ്, ഒരേ അർത്ഥം വരുന്നതെന്നൊക്കെ ഉള്ളതാണ്. ഒരേ അർത്ഥം വരുന്ന 2 സെന്റൻസുകളൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് ഇക്വിവൊക്കേഷൻ എന്ന് പറയാം. അതിന് നോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അതിന്റെ കറക്റ്റ് എക്സാക്ട് ഡെഫിനേഷൻ ഞാൻ ഓർക്കുന്നില്ല. ഇക്വിവൊക്കേഷൻ എനിക്ക് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇപ്പൊ ഇവിടെ ആഡ് ഹോമിനം വരാൻ കാരണം നിങ്ങൾ തന്നെ സൈക്കോ അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രോയിഡിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുക
എന്ന് പറയുമ്പോൾ നിങ്ങൾ സൈക്കോ അനലൈസ് ചെയ്യപ്പെട്ടില്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അയാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ആഡ് ഹോമിനോ ആയിരിക്കും. ഓക്കെ, ഇനി 37ാമത്തെ ചോദ്യം. വിച്ച് ഫാലസി ഈസ് കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെന്റ്? ആസ് സൊസൈറ്റി വി ഹാവ് എൻ ഒബ്ലിഗേഷൻ ടു സപ്പോർട്ട് ദ നീഡി. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ബാധ്യതയാണ്, ഒബ്ലിഗേഷൻ ആണ് എന്ത്? നീഡി ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നീഡി എന്ന് വെച്ചാൽ ആവശ്യക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ബിക്കോസ് പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് സഫിഷ്യന്റ് റിസോഴ്സ് ഇല്ലാത്ത ആളുകളെ ഹാവ് എ റൈറ്റ് ടു ദ റിസോഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. അതായത് അവരുടെ കയ്യിൽ എന്തില്ല? റിസോഴ്സ് ഇല്ല, പാവപ്പെട്ട ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? അവർക്ക് കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സിൽ എന്തുണ്ട്? അവകാശമുണ്ട് എന്ന് പറയുന്നത് എന്ത് തരം ഫാലസിയാണെന്ന്? ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണോ? ഫാലസി ഓഫ് കോമ്പോസിഷൻ വരുമോ? ഇല്ല. അപ്പീൽ ടു ഇമോഷൻ ആണോ? ഇക്യുവൊക്കേഷൻ ആണോ വരിക? ഇത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്. അതായത് സൊസൈറ്റിയുടെ ബാധ്യതയാണ് പാവപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ആദ്യം തന്നെ അത് പറഞ്ഞു വെച്ചു. എന്നിട്ട് പിന്നെ എന്താ പറയണത്? കാരണം ഈ പാവപ്പെട്ടവർക്ക് എന്താണ്? അവരുടെ കയ്യിൽ എന്തില്ല? റിസോഴ്സ് ഇല്ല. അപ്പോ അവരുടെ അവകാശമാണ് കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങോട്ട് തന്നെ വരുന്നത്? സൊസൈറ്റിയുടെ ബാധ്യതയാണ് ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? മനസ്സിലായോ? അതായത് ആദ്യം നമ്മളോട് പറയുവാണ് സൊസൈറ്റിയുടെ ബാധ്യതയാണ്. യെസ്, ഇതില് ആ ബിക്കോസ് നമുക്ക് എടുക്കാൻ പറ്റൂലേ ബെഗിങ് ദ ക്വസ്റ്റ്യനിൽ ഒരു ഇതായിട്ട്? ആർഗ്യുമെന്റ്സിൽ ബിക്കോസ് എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല ബെഗിങ് ക്വസ്റ്റ്യന് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്, ആൻസർ കിട്ടാൻ വേണ്ടിട്ട്. യെസ്, ആ ബിക്കോസ് വരുന്നതെല്ലാം അധികം ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അപ്പൊ ആ ബിക്കോസ് എന്ന് പറയുന്ന വേർഡ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരും ഈ ബെഗിങ് ദ ക്വസ്റ്റ്യനില്. കാരണം ആദ്യം എന്താ പറയണത്? സൊസൈറ്റിക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, സൊസൈറ്റിയുടെ ബാധ്യതയാണ് എന്ത്? ഈ പാവപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ് പാവപ്പെട്ട ആളുകൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് അവർക്കില്ല. അതുകൊണ്ട് എന്താണ്? സൊസൈറ്റിയുടെ റിസോഴ്സ് അവരുടെ റിസോഴ്സ് ആണ് എന്ന് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെയല്ലേ പോണത്, അല്ലെ? പിന്നെ ആരാ തസ്നീമാണോ പറഞ്ഞത്? ബിക്കോസ് എന്ന് പറയുന്ന ആ വേർഡ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതും ഒരു ടിപ്പാണ്. നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്, താങ്ക് യു ഫോർ ആഡിങ് ദാറ്റ്. അത് കറക്റ്റ് ആണ്. ആ ബിക്കോസ് എന്ന് പറയുന്ന ആ കീവേഡ് നമുക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ബിക്കോസ് വരുന്നത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ ഞാൻ ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ്, കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ശരി, അങ്ങനെയല്ലേ പറഞ്ഞു പോവാ നമ്മള്. ഞാനല്ല അത് ചെയ്തത്, കാരണം ഞാനപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനല്ല അത് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് വീണ്ടും ബെഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ ആദ്യം പറയുവാണ് ഞാനല്ല അത് ചെയ്തത്, കാരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന്റെ പ്രൂഫുകൾ നിരത്തുകയാണ്. എന്നിട്ട് വീണ്ടും എന്താ പറയുന്നത്? അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ പറഞ്ഞ ആദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുമല്ലേ. അപ്പൊ അവിടെ കാരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചു. ഇനി അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2-3 സെന്റൻസുകളാ പറയുന്നത്. അപ്പൊ അത് എന്ത് തന്നെയായിരിക്കും? ഈ പ്രൂവ് ചെയ്യാൻ വരുന്ന സെന്റൻസുകൾ എന്ത് തന്നെയായിരിക്കും പ്രൂവ് ചെയ്യുന്നത്? ആദ്യം പറഞ്ഞ സാധനം തന്നെ ആയിരിക്കും പ്രൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ അത്? ഇനി the following statement is an example of which logical fallacy? Elephants live in tropical climates where there is plenty of vegetation. സാധാരണ ആനകൾ ഉണ്ടാവുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ്, അത്യാവശ്യം വെജിറ്റേഷൻ ഒക്കെ ഉള്ള, അത്യാവശ്യം പച്ചപ്പൊക്കെ ഉള്ള പ്രദേശത്താണ് നമുക്ക് ആനകളെ കാണാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ആനകളെ കാണാൻ പറ്റില്ല? ഷിക്കാഗോ സൂല് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ്? റെഡറിംഗ് ആണോ? ചർച്ച വഴിതിരിച്ചു വിടുവാണോ? അപ്പീൽ ടു അതോറിറ്റി ആണോ? അല്ല. എയും ഡിയും അല്ല. ഇനി ബി ആണോ സി ആണോ? സി ആണ്. എനിക്ക് തോന്നി കുറച്ചു പേരെങ്കിലും ബി പറയുന്നത്. ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ ഷിക്കാഗോ സൂല് കാണാൻ പറ്റില്ല എന്നാ പറയുന്നത്. ഷിക്കാഗോ സൂയുടെ കാര്യം മാത്രമാ പറഞ്ഞേക്കുന്നത്. ഹേസ്റ്റി ജനറലൈസേഷൻ പറയുമ്പോൾ ഒരു സൂലും കാണാൻ പറ്റില്ല എന്ന് പറയണം. എന്തുകൂടെ ഫാലസി ഓഫ് ആക്സിഡന്റ് പറയാൻ കാരണം, ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റിയൊരു ആക്സിഡന്റ് എന്താ? നമുക്ക് അറിയാതെ പറ്റുന്ന ഒരു തെറ്റല്ലേ? അല്ലെങ്കിൽ അറിയാതെ പറ്റുന്നതിനാണല്ലോ നമ്മൾ ആക്സിഡന്റ് എന്ന് പറയാം. ഓ ബൈ ആക്സിഡന്റ് എന്ന് പറയാറുണ്ട്. അറിയാതെ പറ്റിയതാണേ, മനഃപൂർവ്വം ചെയ്തല്ല, അറിയാതെ പറ്റിയതാ. അപ്പൊ നമ്മൾ പറയാണ് എലിഫന്റ്സിനെ നമുക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്താണ് അതിനെ ഷിക്കാഗോ സൂല് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഫാലസി ഓഫ് ആക്സിഡന്റ് ആണ്. ഹേസ്റ്റി ജനറലൈസേഷൻ എന്തുകൊണ്ട് വന്നില്ല? ഹേസ്റ്റി ജനറലൈസേഷൻ ആയിരുന്നെങ്കിൽ ഒരു സൂലും കാണാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഹേസ്റ്റി ജനറലൈസേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയാണ് അത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലാത്തടത്ത് കാണാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഹേസ്റ്റി ജനറലൈസേഷൻ ആണ്. അപ്പോഴും ജനറലൈസ് ചെയ്യുമല്ലേ?
ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നും ഈ ആനകളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി? ഹേസ്റ്റി ജനറലൈസേഷൻ ആയി. ഓക്കെ, അപ്പൊ ഇത് ഫാലസി ഓഫ് ആക്സിഡന്റ് ആണ് എന്ന് ഓർക്കുക. 39ാമത്തെ ചോദ്യം, ഹെൽത്ത് കെയർ റിഫോംസ് ഇൻ ഇന്ത്യ വിൽ നോട്ട് വർക്ക് സിൻസ് അവർ ഹെൽത്ത് കെയർ സിസ്റ്റം സിംപ്ലി കനോട്ട് ബി റിഫോംഡ്. ഹെൽത്ത് കെയർ സിസ്റ്റം അവിടെ ബിക്കോസ് വന്നിട്ടുണ്ട്, സിൻസ് വന്നിട്ടുണ്ട് അല്ലെ? ബിക്കോസിന് പകരം ഇവിടെ സിൻസാ. ഹെൽത്ത് കെയർ റിഫോം ഇന്ത്യയിൽ വർക്കാവില്ല, കാരണം നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം റിഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ്? ബെഗിങ് ദ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? സിൻസ് ആണ് വന്നേക്കുന്നതേ ഉള്ളൂ, ബിക്കോസിന് പകരം സിൻസ് വന്നു എന്നേ ഉള്ളൂ. ആദ്യം എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ റിഫോം ഇന്ത്യയിൽ വർക്കാവില്ല എന്ന് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു. കാരണം കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് ഹെൽത്ത് കെയർ റിഫോം വർക്കാവില്ല. ബെഗിങ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ സിൻസോ ബിക്കോസോ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കും. സിൻസോ ബിക്കോസോ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ആ ടെക്നിക്ക് കിട്ടിയില്ലേ? അപ്പൊ ബിക്കോസ് തന്നെ നോക്കി നിൽക്കരുത്, ബിക്കോസോ സിൻസോ അത് കാരണം എന്നർത്ഥം വരുന്ന ഏത് വാക്ക് വന്നാലും, അത് ഞാൻ പറഞ്ഞ ഒരു വാക്കെന്നല്ല, ആ അർത്ഥം വരുന്ന രീതിയിൽ എന്ത് വന്നാലും. ഓക്കെ, 40ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് റാമിറേസ് ഈസ് എ മെമ്പർ ഓഫ് ദി ആനിമൽ റൈറ്റ്സ് സൊസൈറ്റി, റാമിറേസ് ആനിമൽ റൈറ്റ്സ് സൊസൈറ്റിയിൽ ഒരു മെമ്പർ ആയിരുന്നെങ്കിൽ ദെൻ ഹി ഒപ്പോസസ് കോക്ക് ഫൈറ്റിംഗ്. അയാള് കോക്ക് ഫൈറ്റിങ്ങിനെ ഒപ്പോസ് ചെയ്യുമായിരുന്നു. റാമിറേസ് ഒപ്പോസസ് കോക്ക് ഫൈറ്റിംഗ്. റാമിറേസ് കോക്ക് ഫൈറ്റിങ്ങിന്, കോക്ക് ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിപ്പോരില്ലേ, അതാണ്. കോഴിപ്പോരിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റാമിറേസ് ആനിമൽ റൈറ്റ്സ് സൊസൈറ്റിയിൽ അംഗമായിരിക്കും. അഫേമിംഗ് ദി കോൺസിക്വന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് കിട്ടിയില്ലേ? അതായത് റാമിറേസ് എന്ന് പറയുന്ന ആള് ആനിമൽ റൈറ്റ്സ് സൊസൈറ്റിയിൽ അംഗമായിരുന്നെങ്കിൽ അയാൾ കോഴിപ്പോരിനെ എതിർത്തേനെ. അയാൾ കോഴിപ്പോരിനെ എതിർക്കുന്നുണ്ട്, അതുകൊണ്ട് അയാള് എന്താണ്? ആനിമൽ റൈറ്റ്സ് സൊസൈറ്റിയിൽ അംഗമാണ്, ആണ്, അഫേമിങ് ആണ് അല്ലെ? അല്ല എന്നാണെങ്കിലോ ഡിനൈയിങ്. അയാൾ അതിലെ മെമ്പർ ആണ് എന്ന് പറയുമ്പോൾ അഫേമിങ്. അയാൾ അങ്ങനെ അതിലല്ല എന്നാണെങ്കിലോ ഡിനൈയിങ്. അപ്പൊ ഇവിടെ ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? അഫേമിങ് ദി കോൺസിക്വന്റ്. ഇനി അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ, കാരണം അത് കുറച്ച് വരച്ചൊക്കെ കാണിക്കാനുണ്ട്. ഓക്കെ, അത് ഞാൻ ഗ്രൂപ്പിലാണെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഞാനൊരു ഡയഗ്രാം വരച്ചിട്ട് അത് എങ്ങനെയാ വരുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വോയിസ് നോട്ട് കൊണ്ട് ഇട്ടേക്ക്. അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ വരുന്നത്, അതായത് മിഡിൽ ടേം പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. ഞാൻ അന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞ സാധനം തന്നെയാണ്. എപ്പോഴും മിഡിൽ ടേം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഒന്ന് സബ്ജക്റ്റും ഒന്ന് പ്രെഡിക്കേറ്റും ആയിരിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രെഡിക്കേറ്റ് ആയിരിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രെഡിക്കേറ്റ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സബ്ജക്റ്റ് ആയിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആവേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ആയിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ വന്നു പോകുന്ന മിസ്റ്റേക്ക് ആണ്. അതായത് നമ്മൾ ബോധപൂർവം പറ്റിയതല്ല, നമ്മുടെ ചില എന്താണ് പെട്ടെന്ന് ഉള്ള ഇതിലൊക്കെ നമ്മൾ അതങ്ങ് അങ്ങനെ അങ്ങ് പറഞ്ഞു പോവില്ല. അയ്യോ ഞാനത് ഓർത്തില്ല, സൂല് ഉണ്ടാവാലോ. ഇപ്പൊ നേരത്തെ നമ്മൾ സൂവിന്റെ എക്സാമ്പിളാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ഓക്കെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ മാത്രമാണ് എന്താണ് എലഫന്റിനെ കാണുക, അതുകൊണ്ട് ഷിക്കാഗോ സൂല് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആക്സിഡന്റലി പറഞ്ഞാണ്. അയാൾക്ക് അറിയാതെ പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് പിന്നെ ചിന്തിക്കുമ്പോഴാണ് അറിയാം സൂ എന്ന് പറയുമ്പോൾ ഏത് ആനിമലിനെയും അതിന്റെ ഹാബിറ്റാറ്റിൽ കൊണ്ടുവെക്കുന്നതല്ല അല്ലെ, അതിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർത്തുന്ന ഒരു സ്ഥലമാണ് സൂ എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയാണ്ട് പറ്റിപ്പോയ ഒരു തെറ്റാണ്. അങ്ങനെ അറിയാതെ പറ്റിപ്പോകുന്ന ഫാലസിയാണ് നമ്മൾ ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ബി ആണ് അല്ലെ? അത് പറഞ്ഞായിരുന്നല്ലോ അല്ലെ ആൻസർ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു തോന്നലില്ലേ? അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് ചോദിക്കുന്നത് ഫാലസിയും പിന്നെ ഈ പറയുന്ന ഇക്വലന്റ്, പിന്നെ ഇത് ഫോൾസ് ആയാൽ മറ്റേത് ഫോൾസ് ആവുന്ന ഏതാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അതൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.